എല്ലാവരും ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ആഹാരത്തിൻ്റെ എല്ലാം ഞങ്ങൾ മേടിച്ചു. ഞങ്ങളെല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. അവരുടെ മക്കളെ, കൊച്ചുമക്കളെ, മാതാപിതാവ് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇനിയും വീണ്ടും നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ്. ഈ അമ്മമാര് വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. എന്താണെന്നറിയോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനിവിടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന ഒരു സമയത്ത് ഞങ്ങൾ ഇവരെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായി അവർ നല്ലൊരു വസ്ത്രം ഇട്ടിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സങ്കടത്തോടു കൂടി ഞങ്ങൾ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ചെറിയ രീതിയിലെങ്കിലും അതൊരു ഫലം കണ്ടിരിക്കുന്നു. ഇനി പറയൂ അമ്മ, എന്താ അമ്മേ? ദൈവം എല്ലാവരും ഞങ്ങള് ചെറിയൊരു തുക ഞങ്ങൾ സഹായിച്ചു. ഞങ്ങളത് എടുത്തു, സാധനങ്ങളൊക്കെ മേടിച്ചു. ദൈവത്തിന് ഞങ്ങൾക്ക് ഇങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങളെല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. അവരുടെ മക്കളെ, കൊച്ചുമക്കളെ, മാതാപിതാവ് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അമ്മമാര് ഇവിടെ ഇപ്പൊ ഇവര് കഴിയുന്നെങ്കിലും അവരുടെ സന്തോഷത്തിന്റെ ഒരു കണ്ണുനീരും കൂടിയാണ് കേട്ടോ. കാരണം ഇവരുടെ അവസ്ഥ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അവർക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു, അവർ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു ചെറിയ വീട്ടിൽ 2 സഹോദരിമാര് മാത്രമായിരുന്നു. ഇതിൽ ഈ ചേച്ചിക്ക് മാനസികമായിട്ടൊരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെയൊക്കെ ഈ ഒരു വീഡിയോ ചെയ്തത് നമുക്ക് ഒത്തിരി ഫലം കണ്ടിരിക്കുന്നു. ഒരുപാട് പേര്, ഒരുപാട് വലിയ തുകയൊന്നും അല്ലെങ്കിലും ചെറിയ തുകകൾ അവരവരെ കൊണ്ടാവുന്ന രീതിയിൽ നന്നായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പട്ടിണി മാറി, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സന്തോഷം അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആ സന്തോഷം ഞങ്ങളെ വിളിച്ച് അറിയിച്ചു. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവരെ കാണാനെത്തി. ഒപ്പം ഈ പ്രേക്ഷകരോടും അതോടൊപ്പം പൈസ അയച്ച് സഹായിച്ചവരോടൊക്കെ അവർ അകമഴിഞ്ഞ് നന്ദി പറയാം. അവരുടെ മക്കളോടും മക്കളുടെ കൊച്ചുമക്കളോടും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ, അവർക്ക് വേണ്ടിയൊക്കെ ഇവർ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദിയോട് കൂടിയാണ് അവരിപ്പോൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ പട്ടിണി കിടന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് കഞ്ഞി ഒരുമിക്കാൻ ഒന്നുമില്ലായിരുന്നു. ആഹാരമില്ലാതെ പട്ടിണിയായിരുന്നു. വെള്ളം വരെ കോരി കുടിച്ച അവസ്ഥ. അങ്ങനെ ഗുളിക പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലായിരുന്നു. വസ്ത്രമില്ലാതെ ഇങ്ങനെ ഈ പൈസ വന്നവർക്ക് നന്ദി പറഞ്ഞു, ആയിരം നന്ദി പറയുന്നു. അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരത് ഒരുപാട് സന്തോഷവും സന്തോഷത്തിന്റെ ഒരു കണ്ണുനീരാണ്. കുളത്തുപുഴ പോയൊരു പൈസ ഞാൻ കൈനീട്ടി മേടിക്കും, അപ്പൊ ചിലര് തരും. ഞാൻ അതുകൊണ്ട് ഞാൻ വരും. വലിയ തുകയൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവർക്കൊന്ന് ഒരു ശ്വാസം വിടാൻ പറ്റുന്നു സമാധാനമായിട്ട്. ആ രീതിയിൽ അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഒത്തിരി സന്തോഷത്തോടു കൂടി ഞങ്ങളെ വീണ്ടും ആ ഒരു വാർത്ത അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആരൊക്കെയാണ് പൈസ അയച്ചതെന്നൊന്നും അവർക്കറിയില്ല. ബാങ്കിലൊക്കെ പോയാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കാൻ പറ്റൂ. എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ കണ്ട് നമ്മുടെ ചാനലിലൂടെ ആ ഒരു പ്രേക്ഷകരൊക്കെ തന്നെ അവരെ സഹായിച്ചു. ആ സഹായിച്ചവരോടൊക്കെ തന്നെ അവർ അകമഴിഞ്ഞ നന്ദി അവർക്ക് വേണ്ടി ഞാനും കൂടി പറയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് സഹായങ്ങൾ ഉണ്ടാകണം. ഇവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം, പൈസയാണ്, ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ വീണ്ടും സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഇവരെ ഒന്ന് വിളിക്കുക, ഇവരെ ഒന്ന് വന്ന് വീണ്ടും കാണുക. എല്ലാവരോടും നന്ദി. തുണിയൊക്കെ നമുക്ക് മേടിക്കാമല്ലോ അല്ലേ? അത്യാവശ്യം നമുക്ക് കൊടുക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. പിന്നെ ആരെങ്കിലും തുണി സ്പോൺസർ ചെയ്തിരുന്നോ? ആരെങ്കിലും പറഞ്ഞിരുന്നോ തരാമെന്നോ? അടുത്ത ആഴ്ച വരാന്ന് പറഞ്ഞോ? അറിയത്തില്ല, ആരാന്നൊന്നും അറിയത്തില്ല. ഇവിടേക്ക് എത്തി വസ്ത്രങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാം, കുറച്ച് തുണികളൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒത്തിരി സന്തോഷം എല്ലാവരോടും നന്ദി. പത്രത്തില് ഇതല്ലേ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലേ, നിങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പറഞ്ഞു, അപ്പം നിങ്ങൾക്ക് വല്ല സഹായത്തിന് അവർ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കുളത്തുപുഴ ചെന്നൊരു സാറിനെ കണ്ടിട്ട് പറഞ്ഞ രാജേഷ് എന്ന് പറയുന്ന ഒരു സാറിനെ കണ്ടിട്ട് ഇവിടെ വന്നു ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്ത്. അപ്പം അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ സാറൊക്കെ വന്നു ഞങ്ങൾക്കിത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നു. അപ്പം ഞങ്ങൾക്ക് വളരെ വളരെ നന്ദി. ദൈവത്തിന് നന്ദി. ദൈവത്തോട് ഞങ്ങൾ സ്തുതിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ദൈവമക്കളെ, അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അവര് ഇത് ഫോട്ടോ കണ്ടപ്പോഴത്തേന് 2 സാറന്മാർ എൻ്റെ ഭവനത്തിൽ ചെറിയ കൂടാരത്തിൽ അവർ കയറി വന്ന് ഞങ്ങൾക്കൊരു സമാധാനം തരാൻ ഞങ്ങൾക്ക് അല്പ പൈസ ഞങ്ങൾക്ക് തന്നു. എല്ലാവരും ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ആഹാരത്തിൻ്റെ എല്ലാം ഞങ്ങൾ മേടിച്ചു. സന്തോഷല്ലേ? സന്തോഷം. മരുന്നൊക്കെ മേടിച്ചോ? മേടിച്ചു. ഗുളികയൊക്കെ മേടിച്ചോ?
അമ്മ അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നമ്മൾ പൈസ കിട്ടിയെന്ന് പറയുമ്പോഴും ഞങ്ങളോട് ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങൾ അറിഞ്ഞൊരു കാര്യം, വളരെ തുച്ഛമായ തുകയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ തുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമാധാനമാണ്, ഒരുപാട് ആശ്വാസമാണ്. അപ്പോൾ ആ ഒരു ആശ്വാസം ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതിരുന്ന ഒരു സമയത്താണ് നമ്മൾ ഇവരെ കാണാൻ എത്തുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ എത്തിയപ്പോൾ ഇപ്പം നമുക്ക് ഒരു സന്തോഷം തോന്നുകയാണ്. കാരണം ഇവിടെ അരി വേവിക്കുന്നുണ്ടായിരുന്നു, ഇവർക്ക് ആഹാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും അവർ മേടിച്ചിട്ടുണ്ട്, അടുത്തുള്ള ചേട്ടന്മാരൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാം അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു ചെറിയ തുക മാത്രമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ മരുന്നിനും ഒക്കെ ആവശ്യമായിട്ട് ഇനിയും ഒരുപാട് പൈസയുടെ ഒക്കെ ആവശ്യമുണ്ട്. ഏതായാലും ഒരുപാട് പൈസ അയച്ചവർക്കൊക്കെ ഒരുപാട് നന്ദി. ഏതായാലും ഈ വീഡിയോ കണ്ടവർക്കൊക്കെ ഒരുപാട് നന്ദി. നിങ്ങൾ ഇനിയും വീണ്ടും നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.